നമ്മൾ 6 ദിവസങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മയുടെ അടുത്തിരുന്ന് ഈശോയെ സ്നേഹിച്ചു, ആരാധിച്ചു, ധ്യാനിച്ചു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അമ്മയുടെ ജപമാല അണികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ കൃപ നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നാടുകളിലെ ഒരു വ്യക്തി പങ്കുവെച്ചത് ഇപ്രകാരമാണ്: തന്റെ ജീവിത പങ്കാളി തന്നോട് അവിശ്വസ്തത കാണിക്കുന്നെന്നും അത് പലപ്പോഴായി കണ്ടു മനസ്സിലാക്കി ചോദ്യം ചെയ്തപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ വിദ്വേഷത്തോടെ തന്നോട് പ്രതികരിച്ചതുമൊക്കെ ഓർത്ത് കരഞ്ഞ് സങ്കടപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, എന്റെ ജീവിത പങ്കാളി ഇങ്ങനെ, എനിക്കത് താങ്ങാനാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവള് കരഞ്ഞുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പൂർത്തിയാക്കാൻ ആകാതെ അവൾ വിഷമിക്കുമ്പോൾ അവൾക്ക് ഒരു കോഡ് വരികയാണ്. തന്റെ ജീവിത പങ്കാളി ആരുമായി തെറ്റായ സ്നേഹബന്ധത്തിലായിരിക്കുന്നോ ആ വ്യക്തി ഫോൺ വിളിച്ചിട്ട് ഒത്തിരിയേറെ ക്ഷമ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണമെന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്ന ഒരു സംഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായതായി ഈ ദിനങ്ങളിൽ ഒരു വ്യക്തി പങ്കുവെക്കുകയുണ്ടായി. കരയുന്ന കണ്ണുകളിലേക്ക് അടുത്തു വന്ന് കണ്ണുനീരൊപ്പി സ്നേഹിക്കുന്ന, മധ്യസ്ഥം വിളിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, വീടില്ലാത്തവരുടെ നൊമ്പരങ്ങൾ തിരിച്ചറിയുന്ന അമ്മ, കുറവുള്ള കുടുംബത്തിന് മാനഹാനി മാറ്റാൻ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധയമ്മ, ആ അമ്മയാണ് പുത്രൻ തന്റെ പുരുഷൻ ചുവട്ടിൽ വെച്ച് എനിക്കും നിങ്ങൾക്കും അമ്മയായി തന്നത്. ആ ജപമാല രാജ്ഞിയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അമ്മയുടെ അത്ഭുത മെഡലായ മിറാക്കുലസ് പവറുള്ള ആ അത്ഭുത മെഡലിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1830 ഫ്രാൻസിൽ വിശുദ്ധ കാതറിൻ ലബോർ എന്ന് പറയുന്ന ഒരു വിൻസെൻഷ്യൻ സന്യാസിനി ജീവിച്ചിരുന്നു. ഈ കന്യാസ്ത്രീക്ക് പരിശുദ്ധ അമ്മ ദർശനം കൊടുക്കുകയാണ്. ദർശനം കൊടുത്തിട്ട് അമ്മ ഇപ്രകാരം പറഞ്ഞു, തന്റെ അമലോത്ഭവത്തെ കുറിച്ചെല്ലാം അവളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവളെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത്തരത്തിൽ ഒരു കാശ് രൂപ അത്ഭുത മെഡൽ നീ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഉണ്ടാക്കി അത് എല്ലാവർക്കുമായി പങ്കുവെച്ച് കൊടുക്കാനായിട്ട് അവളോട് ആവശ്യപ്പെടുകയാണ്. ജപമാലയോടൊപ്പം അത്ഭുത മെഡല് ധരിക്കുന്നവർക്ക് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. തന്റെ സ്പിരിച്വൽ ഫാദറിനോട് അവൾ തനിക്ക് ഇപ്രകാരം ദർശനം കിട്ടിയതായി പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആദ്യം അമ്മയുടെ നിർദ്ദേശപ്രകാരം 20,000 മെഡലുകൾ ഉണ്ടാക്കാം. 20,000 മെഡലുകൾ ഉണ്ടാക്കിയെങ്കിൽ അത് 20 ലക്ഷം കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. കാരണം അത് വാങ്ങിക്കൊണ്ട് പോകാൻ ആളുകൾ ഡിമാൻഡ് കൂട്ടുകയാണ്, ആളുകൾ ഓടി ഓടി വരികയാണ്. ഈ മെഡലിന് ഡിമാൻഡ് കൂടി. കാരണം ആരത് ധരിക്കുന്നവരുടെ ജീവിതത്തിൽ മാനസാന്തരങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ മെഡൽ ധരിക്കുമ്പോൾ അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ഈ കാതറിൻ ലബോർ എന്ന് പറയുന്ന വിശുദ്ധയുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. ഈ മെഡലുകൾ ആളുകളിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരുന്നു, ആളുകൾ ധരിച്ചുകൊണ്ടിരുന്നു, അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ഈ മെഡലിന്റെ ദർശനം ആർക്കാണ് ഇത് കിട്ടിയതെന്ന്. വിശുദ്ധ കാതറിൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അറിഞ്ഞിരുന്നു. അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാനായി പരിശുദ്ധ സഭ ആരംഭിച്ച നാളുകളിലാണ് അവൾക്കാണ് ഇപ്രകാരം ദർശനം പരിശുദ്ധി അമ്മ കൊടുത്തതെന്നും അവളിലൂടെയാണ് ഈ മെഡലിന്റെ ഉത്ഭവം എന്നും നമ്മൾ തിരിച്ചറിയുകയാണ്. ഇത് നമ്മെ കർത്താവ് സത്യം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് കൂട്ടുചേരുന്നവരെ എളിമയുടെ അഗാധ തലങ്ങളിലേക്ക് ആരാലും അറിയപ്പെടാതെ എളിമയോടെ ജീവിക്കാൻ, തനിക്കുള്ളതുപോലും പരിശുദ്ധമായ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എളിമയോടെ വ്യാപരിക്കാൻ സ്വർഗം ഒരു കൃപ കൊടുക്കുമെന്ന് നമ്മെ ഈശോ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുത മെഡല് ധരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത മെഡല്, അത്ഭുത കാശുരൂപം നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നിരീശ്വരവാദികൾക്ക് പോലും മാറ്റം വരുത്തുമാറ് ഈ അത്ഭുത മെഡൽ നമുക്ക് ഉപകാരപ്പെടുകയാണ്. 1842 ഒരു അത്ഭുതം സംഭവിക്കുകയുണ്ടായി. അൽഫോൺസ് എന്ന് പറയുന്ന ഒരു വക്കീൽ 28 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ കത്തോലിക്ക വിശ്വാസത്തോട് 1% പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഹോദരനാണെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഒരു വൈദികനായി തീരാൻ തീരുമാനമെടുത്ത് സെമിനാരിയിൽ ചേർന്നു. ഇതൊട്ടും ഇഷ്ടപ്പെടാത്ത ഈ മനുഷ്യൻ കത്തോലിക്ക സഭയെയും വൈദികനെയും ബിഷപ്പിനെയും ഒക്കെ എപ്പോഴും വിമർശിച്ചിരുന്നു. അതിബുദ്ധിമാനായ ഈ മനുഷ്യന് ഒരിക്കൽ മാൾട്ടയിലേക്ക് പോകേണ്ടതായിരുന്നു. പോകും വഴിയിൽ അവിടെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് ഇദ്ദേഹം പോവുക. അദ്ദേഹത്തിന് റോമിൽ താമസിക്കാൻ 1% പോലും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം കത്തോലിക്ക സഭയുടെ ആസ്ഥാനം റോം ആയതുകൊണ്ട് റോമിൽ ഒഴിച്ച് ബാക്കി എവിടെ വേണമെങ്കിലും താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. എന്നാൽ യാത്രാമധ്യേ
മറ്റൊരു നിർവാഹമില്ലാതെ വന്നപ്പോൾ റോമിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. താമസം എവിടെയെന്ന് ചോദിച്ചാൽ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഒരു കത്തോലിക്കന്റെ വീട്ടിലാണ്. വൈകുന്നേരം വർഷത്തിന് ശേഷം പരസ്പര സംഭാഷണങ്ങൾ ചെയ്തു വന്നപ്പോൾ തന്റെ കൂട്ടുകാരൻ അത്ഭുതപ്പെടലിന്റെ ഭക്തനാണെന്നും അതിനെക്കുറിച്ചും വാദവരാതെ സംസാരിച്ചപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് അന്ധവിശ്വാസമാണ്, ഇതിലൊന്നുമില്ല, ഈ മെഡലിൽ ഒരു ശക്തിയില്ല, ഇതൊക്കെ ചുമ്മാ കെട്ടുകഥകളാണ് എന്ന്. അപ്പോൾ കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, കെട്ടുകഥയാണെങ്കിൽ കുഴപ്പമില്ല, അന്ധവിശ്വാസമാണെങ്കിലും കുഴപ്പമില്ല, നീ ഒന്നും ധരിക്കണം. പ്രിയപ്പെട്ടവരെ, വാക്ക് തർക്കത്തിനൊടുവിൽ അന്ധവിശ്വാസമായതുകൊണ്ട് അദ്ദേഹം ആ മെഡൽ സ്വീകരിച്ച് തന്റെ കഴുത്തിലേക്ക് ഇട്ടു. എന്നാൽ കൂട്ടുകാരൻ ആ സമയം തൊട്ട് തന്റെ പ്രിയപ്പെട്ട നിരീശ്വരവാദിയായ അൽഫോൺസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം കഴുത്തിലിട്ട് ഇത് ധരിച്ചു തുടങ്ങിയെങ്കിൽ 1920 ജൂൺ 20 പരിശുദ്ധ അമ്മ ഇദ്ദേഹത്തിന് മുമ്പിൽ ഒന്ന് നിൽക്കുകയാണ്. 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ദർശനം അമ്മയുടെ കിട്ടുകയാണ്. അമ്മ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല, ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയാൻ പറ്റാതെ കൺമുമ്പിൽ നിന്ന് മായാതെ പരിശുദ്ധ അമ്മ നിൽക്കുന്നത് ഈ മനുഷ്യൻ കാണുകയാണ്. പിന്നീട് ഈ മനുഷ്യൻ പറയുകയാണ്, ആ സമയം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ദൈവ കരുണ എത്ര മാത്രമെന്ന് ഈ ലോകത്തിൽ എനിക്ക് ആരോടും വിവരിക്കാൻ ആവില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ അദ്ദേഹം ദൈവകരുണയുടെ ആഴം അനുഭവിച്ച അന്ന് മുതൽ മാമോദീസ സ്വീകരിച്ച് തീഷ്ണമതിയായ ഒരു വൈദികനായി മിഷണറിയായി അദ്ദേഹം ജീവിതം ആരംഭിച്ചുവെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ജപമാല രാത്രി തിരുനാൾ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അത്ഭുത കാശിരൂപവും നമുക്ക് സ്വന്തമാക്കാം. അമ്മയുടെ മിറാക്കുലസ് പവറുള്ള അത്ഭുത കാശിരൂപം കൂടി ധരിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ജപമാല രാജ്ഞിയാകുന്ന പരിശുദ്ധ അമ്മ എന്നെയും നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ നമുക്ക് ചോദിച്ചു മേടിക്കാം. ദിവികാരുടെ ആരാധന, അത്ഭുതങ്ങളുടെ ആരാധന, അനുഗ്രഹത്തിന്റെ ആരാധന, കൃപ നിറയുന്ന ആരാധന, വിടുതൽ കിട്ടുന്ന ആരാധന, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മധ്യസ്ഥം വിളിക്കുന്ന ഈ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം, മുട്ടുകുത്താം, കൈകൾ കൂട്ടിപ്പിടിക്കാം. ദിവികാരുടെ നാഥനെ നമ്മുടെ പക്കലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവികോസ്തുരൂപനെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. സർവശക്തനായ കർത്താവെ, കഷ്ടതയിൽ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളുന്ന അങ്ങയുടെ പക്കലേക്ക് മുടന്തൻ പത്രോസിന്റെയും യോഹന്നാന്റെയും നേരെ കൈകൾ നീട്ടിയതുപോലെ കർത്താവെ, ജീവിതത്തിന്റെ താഴേക്കിടയിൽ നിന്ന്, കുറവുകളിൽ നിന്നും, പോരായ്മകളിൽ നിന്നും, ഇല്ലായ്മകളിൽ നിന്നും ഞങ്ങളിതാ നിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി കരങ്ങൾ നീട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ സഹനങ്ങൾ കണ്ട് അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ. എൻ്റെ കർത്താവെ, അങ്ങയുടെ കരുണ ഈ കഷ്ടതയിലും ഈ തീവ്രവേദനയിലും ഞങ്ങളെ ഗ്രസിക്കാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്ഷയും നീതിയുക്തമായ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തെയും ഞാനിതാ നോക്കിയിരിക്കുകയാണ്. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഈ ദാസിയോട്, ഈ ദാസനോട് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നല്ല ദൈവമേ, അവിടുന്ന് എത്രയോ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്രയോ ശ്രദ്ധാലുവാണ്. അങ്ങേക്ക് തുല്യനായ ആരുമില്ല കർത്താവെ. അങ്ങയുടെ രക്ഷയെ വിവരിക്കാൻ, പ്രഘോഷിക്കാൻ തുനിഞ്ഞാൽ അത് അസംഖ്യമാണല്ലോ. ഓ കർത്താവെ, അങ്ങയുടെ വലിയ കരുണ, രക്ഷയെല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനേകം അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അത്തരമൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം. ഓ ദൈവമേ, അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വലിയ കരുതൽ ദൈവമേ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവെ, ഒന്നുമില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി അണഞ്ഞിരിക്കുന്ന ഈ സമയത്ത്
ദൈവത്തിന്റെ വലിയ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതിന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു കർത്താവേ. കർത്താവേ, എൻ്റെ ജീവിതം നിനക്ക് തരികയാണ് കർത്താവേ. ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് യോഹന്നാൻ ശ്ലീഹായിലൂടെ ഞങ്ങളോട് പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണ കരുതൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ, ദിവ്യകാരുണ്യനാഥന്റെ ചുറ്റും പരിശുദ്ധ മാലാഖമാർ, വിശുദ്ധ ഗണങ്ങൾ, പരിശുദ്ധ അമ്മ, ത്രിത്വൈക ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുക. നമ്മളെ തന്നെ നമുക്ക് എളിമപ്പെടുത്താം. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളും ഇത് അങ്ങയുടെ പക്കലേക്ക് ഞാൻ എടുത്തു വെക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സഭാപിതാക്കന്മാരോട് ചേർന്ന്, പരിശുദ്ധരായ മാർപ്പാപ്പന്മാരോട് ചേർന്ന് കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു കർത്താവെ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു കർത്താവെ. ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആകാശത്തെ വിരിച്ച എൻ്റെ സൃഷ്ടാവായ കർത്താവെ, നീ എന്നെ മറന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞവൻ നീയ, നിന്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേരെഴുതി വെച്ചവൻ നീയ കർത്താവെ. ഇന്നെന്നെ സ്വർഗത്തിൽ ഓർമ്മിക്കുന്ന നിമിഷങ്ങളായി ഈ ആരാധന മണിക്കൂർ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. എല്ലാ സങ്കടങ്ങളും ചേർത്ത് വെക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവിടുന്ന് നിന്റെ കരബലം എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കണം കർത്താവെ. ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയണം. ഈ ലോകം മൊത്തം അങ്ങയെ അറിയണം. അവരെല്ലാം അങ്ങയെ മഹത്വപ്പെടുത്തണം. അവരെല്ലാം അങ്ങയെ മഹത്വപ്പെടുത്താൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരണം. ഒരിടയനും ഒരാട്ടിൻ പറ്റവും ആകണം കർത്താവേ. ഈ ലോകത്തെ എല്ലാം നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ ആരാധന അനുഗ്രഹത്തിന്റെ മണിക്കൂറായി, ഓ ഈശോയെ, അഭിഷേകത്തിന്റെ നിറവായി, ഓ കർത്താവെ, കരുണയുടെ കരുതലായി, കടലായി മുങ്ങി തുടിക്കും വിധത്തിൽ കൃപകൾ ചെറിയപ്പെടേണ്ടതിന് പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ പക്കലേക്ക് രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിക്കട്ടെ. എന്റെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും, എല്ലാ വേദനകളും, വഴിമുട്ടിക്കിടക്കുന്ന എല്ലാ അവസ്ഥകളും, നിന്റെ മുമ്പിൽ അടഞ്ഞുപോയ വാതിലുകളും എല്ലാം തുറക്കപ്പെടേണ്ടതിന് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സർവശക്തനായ കർത്താവ് അവന്റെ കരബലം പ്രകടമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഉന്നതമായ കൃപ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മതിമറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ ആരാധിക്കട്ടെ, പാടി പാടി ആരാധിക്കട്ടെ, സർവശക്തനെ പാടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, നന്ദി, നന്ദി. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. അവന്റെ മഹാമഹിമയ്ക്ക് മുമ്പിലേക്ക് ജീവിതം ചേർത്ത് വെച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഈ മണിക്കൂറിൽ അത്ഭുതങ്ങൾ സംഭവിക്കും മക്കളെ, അടയാളങ്ങൾ സംഭവിക്കും, മാനസാന്തരങ്ങൾ ഉണ്ടാവും. ഈശോ മാത്രം അഭയമെന്ന് വിചാരിച്ച് ഹൃദയം ചേർത്ത് വെച്ച് ഈശോയെ നമുക്ക് ആരാധിക്കാം. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ ആലയത്തിൽ, ഈ ബലിപീഠത്തിൽ തിരുവോസ്തുരൂപനായി നീ സന്നിഹിതനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈശോയെ. ഈശോയെ, സമരിയാക്കാരിക്ക് വേണ്ടി കിണറിന്റെ കരയിൽ കാത്തിരുന്നത് പോലെ ഈശോയെ, എനിക്ക് വേണ്ടി ഈ തിരുവോസ്തിയിൽ നീ സന്നിഹിതനാണ്. പ്രിയപ്പെട്ട മക്കളെ, ആരൊക്കെ ഈ ആരാധനയിൽ പങ്കുചേരുന്നു അവരെല്ലാം ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയുടെ പക്കലേക്ക് നിന്റെ ജീവിതം ചേർത്ത് വെക്കണം. ജപമണി മാലകളിലൂടെ പ്രാർത്ഥനാ നിരതരായി നാം കടന്നു പോകുന്ന ഈ ദിനങ്ങളിൽ ഈശോയെ പിരിയാത്ത പരിശുദ്ധ അമ്മ, ഈശോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധയമ്മ, നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ ഈശോയുടെ കൂടെ ചേർന്നിരിക്കാൻ നിന്നെ വിളിക്കുന്ന പരിശുദ്ധയമ്മ, ആ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചേ മക്കളെ. ആ അമ്മയുടെ കരം പിടിക്കുന്നീ. ആ അമ്മയുടെ സ്നേഹം നിന്റെ ജീവിതത്തിൽ ആവോളം കിട്ടാൻ നീ ആഗ്രഹിക്കും. അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയെ ആരാധിക്കുകയാണ് ഞാനും നിങ്ങളും ഈ സമയം. എൻ്റെ ഈശോയെ, പരിശുദ്ധ അമ്മ അങ്ങേ ആരാധിച്ചതുപോലെ പരിശുദ്ധ അമ്മ അങ്ങയോട് ചേർന്നിരുന്നത് പോലെ ഞാനും ഇതാ ഈശോയെ
അങ്ങയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് സ്നേഹത്തോടെ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: എൻ്റെ കുഞ്ഞെ, എൻ്റെ അമൂലോത്ഭവ ഹൃദയം വളരെ ദുഃഖപൂരിതമായിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ ചെറിയ കുഞ്ഞെ, നിന്റെ കുരിശിൻ്റെ വേളയിൽ നിന്നെ താങ്ങുന്നതും ശക്തിപ്പെടുത്തുന്നതും എൻ്റെ സ്നേഹമാണെന്ന് നിനക്കറിയാമോ? എന്നിൽ കൂടുതലായി വിശ്വാസമർപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധനയിൽ തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ കണ്ണുകൾ നിറയുന്നുണ്ടാവും. ഈശോ എന്തേ എന്നെയൊന്ന് തൊടാത്തത്? ഈശോ എന്തേ എനിക്കൊരു ഉത്തരം തരാത്തത് തോന്നുന്നുണ്ടാവും. എന്നാൽ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യ ആരാധനയുടെ മധ്യത്തിൽ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഈ നിരാശയുടെ നിമിഷങ്ങളിൽ നിരാശയും സങ്കടവും നിനക്ക് തോന്നുമ്പോൾ നീ പ്രാർത്ഥിക്കാൻ അമ്മ നിന്നോട് ആവശ്യപ്പെടുകയാണ്. നിന്റെ കൊച്ചു കൊച്ചു അപൂർണതകളെ മറികടക്കാൻ സഹായിക്കുന്നതിനായി, പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്താനായിട്ട് ആകുലതകളെല്ലാം തിരുമുമ്പിലേക്ക് കാഴ്ചവെക്കാൻ അമ്മ നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ആ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കാം. അമ്മയുടെ ഹൃദയത്തിൽ, അമ്മയുടെ ഉദരത്തിൽ തുടിച്ച ഈശോയുടെ ദിവ്യ ഹൃദയം ഈ തിരുവോസ്തിയിലുണ്ട്. ഈശോയുടെ പാദത്തിങ്കലേക്ക് എളിയവരും ചെറിയവരുമായ എല്ലാവരെയും ഈശോ ക്ഷണിക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരവകാശവും യോഗ്യതയുമില്ലാഞ്ഞിട്ടും അനേകർ ഈ നാളുകൾ കുർബാന പോലും കാണാൻ കൊതിക്കുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലായിരിക്കാൻ ഒരു സവിശേഷ കൃപ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയോട് ചേർന്നിരിക്കും. ഈശോ തരുന്ന സവിശേഷമായ കൃപ, ഈശോ തരുന്ന സവിശേഷമായ ആനന്ദം അതനുഭവിക്കാൻ ആഗ്രഹിക്കാം. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകളടച്ച്, ഈശോയെ, ഈ സമയം എന്നോടൊന്ന് ഇടപെടണേ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒന്ന് കടന്നു വന്ന് ഇടപെടണമേ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ, ആരിലും ശ്രേഷ്ഠമായി എന്നോടൊന്ന് ഇടപെടണേ കർത്താവെ. ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മോട് പറയുകയാണ്: മകനെ, മകളെ, നിന്റെ ഹൃദയത്തിൽ എരിഞ്ഞു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന 2 സ്നേഹപ്രകടനങ്ങളാണ് സഹനവും ആരാധനയും. ഈശോയുടെ സ്നേഹത്താൽ സഹിക്കുക, ഈശോയുടെ സ്നേഹം കൊണ്ട് ആരാധിക്കാൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധന മണിക്കൂർ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവരോടുള്ള സ്നേഹം കൊണ്ട് സഹിക്കുവാൻ, അവരോടുള്ള സ്നേഹം കൊണ്ട് ആരാധന അർപ്പിക്കാൻ. ഈശോയുടെയും പിതാവിൻ്റെയും കണ്ണുകളിൽ സഹനത്തിന് മൂല്യം നൽകുക സ്നേഹമാണ്. ഈ പ്രാർത്ഥനയ്ക്കായി അണഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട് ചെറുതും വലുതുമായ സഹനങ്ങൾ. ആരാധന, ഈശോയുടെ മുമ്പിലുള്ള ആരാധന വിലപിടിപ്പുള്ളതാക്കുന്നത്, അവൻ്റെ ഹൃദയത്തിന് പ്രീതകരമാക്കി മാറ്റുക സ്നേഹമാണ് മക്കളെ. അതാണ് സ്നേഹത്തിൽ സഹിക്കണമെന്നും സ്നേഹത്തിൽ ആരാധിക്കണമെന്നും തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുക. സഹനത്തിലൂടെ നമുക്ക് കിട്ടുന്ന സ്നേഹം നമ്മുടെ കുടുംബത്തിലേക്ക് കൃപയൊഴുക്കാനുള്ളതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട യുവാവേ, പ്രിയപ്പെട്ട യുവതി, എല്ലാറ്റിനെയും ഭരിക്കുന്ന കർത്താവ് അവിടുത്തെ കരുണയുടെ സമൃദ്ധിയിൽ നിന്റെ ജീവിതത്തെ ഇന്ന് നിറയ്ക്കാൻ പോവുകയാണ്. ഈശോയെ, എൻ്റെ ഈശോയെ, ഈ ആരാധന ജീവിതത്തിനായിട്ട് നീ ഞങ്ങളെ വിളിച്ചിരിക്കുകയാണല്ലോ കർത്താവേ. കൂടുതൽ കൂടുതൽ ഔദാര്യത്തോടെ, തീഷ്ണതയോടെ ഞങ്ങളെ തന്നെ പങ്കുവയ്ക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ടുകളൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. എല്ലാവർക്കും വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാം. വിശാലമായ ഹൃദയം നമുക്കുണ്ടാവട്ടെ. വിശ്വാസത്തിൻ്റെ, ശരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അടയാളമുള്ള മക്കളായി നമ്മൾ മാറണം. അതിലൂടെയാണ്
കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുക. എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞില്ലേ, ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന സമൂഹത്തിൽ, ആയിരിക്കുന്ന കുടുംബത്തിൽ ആരാധന അർപ്പിച്ചുകൊണ്ടുള്ള ഒരടയാളമായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. പ്രാർത്ഥിക്കും മക്കളെ. ഈശോയ്ക്ക് ആരാധന അർപ്പിച്ചുകൊണ്ടുള്ള ഒരു അടയാളമായി നമുക്ക് മാറണം. നമ്മുടെ ആരാധന സമയം പാഴാക്കലല്ല കേട്ടോ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള പങ്കുചേരലാണ്. ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈ ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മഹാമാരിയും സഭ അനുഭവിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും രാഷ്ട്രത്തിന്റെ വലിയ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇത് സമയം പാഴാക്കലല്ല. ഈശോയെ, ഞാൻ അളക്കുന്നത് പോലെയോ ഞാൻ കാണുന്നത് പോലെ അല്ല ഈശോയെ നീ എല്ലാം കാണുന്നത്. എൻ്റെ ഈശോയെ, പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് അവരെന്തേ അങ്ങനെയൊന്നും പ്രവർത്തിക്കാതെ, അവരെന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഈശോയുടെ പക്കലേക്ക് എടുത്തു വയ്ക്കും. ഈശോയോടുള്ള സൗഹൃദത്തിൽ നമുക്ക് പങ്കുചേരാം. നീ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഈശോയുടെ സ്നേഹം വ്യക്തിപരമായ സ്നേഹമാണ്. ശാന്തമായ ഈശോയുടെ മുമ്പിലിരുന്ന് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചൊന്ന് ആരാധിക്കാൻ പോവുകയാണ് ഈശോയെ. സ്നേഹിച്ച് നമുക്ക് ആരാധിക്കണം. ഈശോയെ, സ്നേഹിക്കുന്നേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നേ ദിനവും യേശുവിൻ്റെ കൂടെ. അതേ മക്കളെ, എന്തൊക്കെ സങ്കടങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലും ആത്മഹത്യയുടെ മുമ്പിലാണെങ്കിലും ഈശോയുടെ ചാരത്തിൽ നിന്ന് സ്നേഹിക്കാൻ ഈ സമയം എൻ്റെ മക്കൾ ഉപയോഗിക്കണം. യോഹന്നാ സ്നേഹ ഈശോയുടെ തിരുമാറിലേക്ക് ചാരിയിരുന്നത് പോലെ ഈശോയുടെ തിരുമാറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. സ്നേഹിക്കുന്നേൻ യേശുവേ, ദിനവും യേശുവിൻ്റെ കൂടെ. അതെ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിച്ച് നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവകരുണ ഒഴുകി എത്തും. മക്കളെ, നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകുന്നു. പരിശുദ്ധ അമ്മ ഒരിക്കൽ ദർശനത്തിൽ ഒരു സന്യാസിനോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കൊച്ചു കുഞ്ഞെ, നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ മകൻ്റെ ശരീരവും രക്തവും കൊണ്ട് ഞാൻ നിന്നെ പരിപോഷിപ്പിക്കുന്നു. കുംഭസാരത്തിൽ പാപങ്ങൾ എടുത്തു നീക്കാൻ എൻ്റെ കൃപ നിന്നെ സഹായിക്കുന്നു. എത്രമാത്രം സാധിക്കുന്നോ അതനുസരിച്ച് കൂടെ നീ പ്രാർത്ഥിക്കണം. കൂടെ ഈശോയുടെ അടുക്കലേക്ക് നീ ചേർന്നിരിക്കണം. കുർബാനയിൽ നീ പങ്കുചേരണം. നീ ദുർബലയാകുമ്പോൾ ഞാൻ നിന്നെ കൈകളിൽ ഉയർത്തും. പ്രിയപ്പെട്ട മക്കളെ, ഇത് അമ്മയുടെ വാഗ്ദാനമാണ്. നമ്മുടെ ജീവിതത്തിൽ അവയെ ദുർബലരാക്കുന്ന, നമ്മളെ പരാജയപ്പെടുത്തുന്ന, നമ്മളെ തകർത്ത് കളയുന്ന, മനസ്സ് പതറിപ്പോകുന്ന അവസ്ഥകളൊക്കെ സമർപ്പിക്കും. ഈശോയുടെ അടുക്കിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോലും തോന്നാത്ത വിധത്തിൽ ദിവ്യകാരുണ്യീശോ അനേകം ജീവിതങ്ങളെ സമയം ചേർത്ത് പിടിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവിനുമ്പിലിരുന്ന് കരയാൻ അനേകം ജീവിതങ്ങൾക്ക് കൃപ കൊടുക്കുകയാണ്. ശക്തമായ തലവേദനയുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുകയാണ്. മകൻ വീട് വിട്ടുപോയിട്ട് തിരിച്ചു വരാത്തൊരു കുടുംബത്തിന് മകനെക്കുറിച്ചുള്ള അറിവ് 3 ആഴ്ചക്കുള്ളിൽ കിട്ടുന്നതായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാം ഏൽപ്പിച്ചു കൊടുത്തേ. ജീവിത പങ്കാളിയോടൊപ്പം പ്രാർത്ഥിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന 7 കുടുംബങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥനയുള്ള കുടുംബം, ഒരുമിച്ചുള്ള പ്രാർത്ഥനയുള്ള കുടുംബമാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിക്കുന്ന 7 കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, സ്തുതിക്കട്ടെ, എല്ലാ ജീവിതങ്ങളും സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. ആരാധിക്കുന്ന കർത്താവെ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹദ്ബാറു ഖമീറ ദംബാദ ബക്കന്തരാതന ഹവശാരത. ഈശോ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ വിനീതമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കും മക്കളെ, വിനീതമായ ഹൃദയത്തോടെ. എത്രയോ മക്കളാണ് വിവാഹ തടസ്സം അനുഭവിക്കുന്ന അനേകം മക്കളെ
ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. എല്ലാവരുടെയും വേദനകൾ അങ്ങയുടെ പക്കലേക്ക് എടുത്തു വെക്കുകയാണ്. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ചതയപ്പെട്ട, മുറിയപ്പെട്ട അങ്ങയുടെ തിരുമേനിയുടെ അനന്ത യോഗ്യതയാൽ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണം. ഈശോയെ, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു. ഈശോയെ, നന്ദി. കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ കൈകളിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം.